ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കാസർഗോഡ് ചെന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. നമ്മളിന്ന് കാസർഗോഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് പോവാണ്. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 4 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നു, ടിക്കറ്റൊക്കെ എടുത്തു, അകത്ത് കയറി ചെന്ന ടൈം തന്നെ കണ്ടത് ഈ ഒരു വാട്ടർഫോളാണ്. ഈ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ്. 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ അധികം കുട്ടികളൊക്കെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ ആൾക്കാരൊക്കെ നോക്കാനും നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ലൈറ്റ്സൊക്കെ കുറച്ചുകൂടെ ഭംഗി നൈറ്റ് കാണുമ്പോഴാണ്. ഈ ലൈറ്റ്സും ഈ വാട്ടർഫോളൊക്കെ വരുന്നത് കുറച്ചുകൂടെ നൈറ്റ് ടൈമിലാണ് കുറച്ചുകൂടെ ഭംഗി കാണാൻ. പിന്നെ കുറച്ചധികം സ്റ്റാൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഫർണിച്ചറിൻ്റെയും ഫുഡിൻ്റെയും ഡ്രസ്സിൻ്റെയും ബുക്സിൻ്റെയും ഒക്കെ ആയിട്ട് കുറേ അധികം സ്റ്റാൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ കയറി ഇങ്ങനെ ഓരോന്നും നോക്കി എല്ലാം കണ്ട് നടന്നു പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ചിലരൊക്കെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്ന കൂട്ടത്തിലാണ് ഈ പഴയ മിഠായികളുടെ ഒരു ഷോപ്പ് കണ്ടത്. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെ പോയാലും മേടിക്കുന്നൊരു ഐറ്റമാണ് ഐസ്ക്രീം. അപ്പം ചേട്ടൻ്റെ മോള് അവളൊരു സ്ട്രോബെറി ഫ്ലേവറാണ് മേടിച്ചത്. ഞാനപ്പോൾ ജാക്ക് ഫ്രൂട്ടാണ് പറഞ്ഞത്. അപ്പം എനിക്ക് കിട്ടിയ ഒരു ജാക്ക് ഫ്രൂട്ട് ഫ്ലേവർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ നല്ല പഴുത്തയൊക്കെ ജാക്ക് ഫ്രൂട്ടില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. നല്ല പഴുത്ത ജാക്ക് ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ്. ഇതിനു മുമ്പ് കഴിച്ചത് ഇങ്ങനെയല്ലായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് പറ്റിയതും അല്ലാതെ വലിയ ആൾക്കാരൊക്കെ കയറുന്ന കുറേ റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജെയിൻ വീല്, അതുപോലെ മറ്റേ മരണക്കിണർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കയറാത്ത ഒരാളാണ്. ഞാൻ മാറി നിന്ന് കാണത്തുള്ളൂ. എനിക്ക് കുറച്ച് പേടിയുള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞാനിതിലൊന്നും അങ്ങനെ കയറാറില്ല. മാറി നിന്ന് കാണും. ആ ലൈറ്റ്സൊക്കെ കൊടുത്തേക്കുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം മോള് എല്ലാത്തിലും കയറി അവൾ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.